മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചെന്ന പ്രസ്താവനയിൽ CPIM നേതാവ് AK ബാലന് വക്കീൽ നോട്ടീസ് അയച്ച ജമാഅത്തെ ഇസ്ലാമി ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ്. ഇല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ കേസുകൾ നൽകുമെന്നും നോട്ടീസിൽ പറയുന്നു. പാലക്കാട് ജില്ലയിലെ RSSും ജമാഅത്തെ ഇസ്ലാമിയും കലാപത്തിന് ശ്രമിച്ചുവെന്നതായിരുന്നു AK ബാലന്റെ പരാമർശം. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കും കൈകാര്യം ചെയ്യുക എന്നും അപ്പോൾ പല ഇടപാടുകളും മാറുകളും ഉണ്ടാകുമെന്നും AK ബാലൻ പറഞ്ഞിരുന്നു. CPIM നേതാവ് AK ബാലന് ഇങ്ങനൊരു പ്രസ്താവന ഉന്നയിച്ചത് വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും UDF അധികാരത്തിൽ വന്നാൽ UDF കേരളം ഭരിച്ചാൽ ഭരണപക്ഷത്ത് UDF എത്തുകയാണെങ്കിൽ അതിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുന്നണിയായ ഈ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്നൊരു കാര്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ പ്രതികരണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും AK ബാലന്റെ ഈ വാചകങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാ CPMന്റെ വാചകമാണ് അദ്ദേഹം പറഞ്ഞത് എന്നതാണ് പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ അല്പം മുമ്പ് ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളും ഉണ്ടായിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചുവെന്ന പ്രസ്താവനയിൽ CPIM നേതാവ് AK ബാലന് വക്കീൽ നോട്ടീസ് അയച്ച ജമാഅത്തെ ഇസ്ലാമി ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നോട്ടീസ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അയച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ കേസുകൾ നൽകുമെന്നും നോട്ടീസിൽ പറയുന്നു.